ഇപ്പോൾ DICയുമായി കഴിഞ്ഞ തവണ ഒരുമിച്ച് മത്സരിച്ചു. ആ സഖ്യത്തെ ജനങ്ങൾ അംഗീകരിച്ചില്ല. അപ്പോൾ ഒരു കക്ഷിയും കൂടെ മത്സരിക്കാൻ ഉണ്ടായിരുന്നതുകൊണ്ട് വോട്ട് കൂടുതൽ കിട്ടണമെന്നില്ല. ജനങ്ങൾ ഇതൊരു ആഭ്യന്തര കാര്യമായിട്ട് കാണണമെന്നില്ല. അപ്പോൾ ആളുകൾക്ക് ബോധ്യമാവുന്ന തരത്തിലുള്ള സഖ്യങ്ങളാണ് വേണ്ടത് എന്നാണ് ആ പോയിന്റ്. അതിനെന്താണ് മറുപടി? എനിക്ക് നേരെ തിരിച്ചു പറയാൻ പറ്റില്ല. DIC എടുത്തത് മോശമായി പോയി. DIC എടുത്തുകൊണ്ട് കുറേ സീറ്റ് അവർക്ക് കൊടുക്കേണ്ടി വന്നു. DIC എടുത്തത് കൊണ്ട് കുറേ സീറ്റ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് കൂടെ ഇച്ചിരി കൂടെ ചോദിക്കാമായിരുന്നു. അബ്ദുള്ള കുട്ടിയെ എടുത്ത് MP-യുടെ സീറ്റ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി സ്പേസ് കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഞങ്ങളുടെ സീറ്റാണ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഈ ഐക്യമുന്നണിയാകുന്ന തറവാട്ടിൽ നിന്നും കുറേ സീറ്റുകൾ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ സ്പേസ് വികസിക്കാൻ ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്ക് അബ്ദുള്ള കുട്ടിയെ എടുത്തപ്പോൾ എന്നോട് ചോദിച്ചില്ല, മനോജിനെ എടുത്തപ്പോൾ എന്നോട് ചോദിച്ചില്ല, ശിവരാമനെ എടുത്തപ്പോൾ എന്നോട് ചോദിച്ചില്ല. എനിക്ക് വല്ല കേസും ഉണ്ടോ? ഇല്ലല്ലോ. പൊതുവായി നമ്മൾ എടുത്താൽ UDFൽ എന്നും ഈ സീറ്റ് തർക്കവുമായിട്ട് കലഹം എപ്പോഴും ഉണ്ടായിരുന്നു. കുറേ കാലമായിട്ട് അത് വളരെ മാന്യമായിട്ട് പോകുന്നു. കോൺഗ്രസിലും ഗ്രൂപ്പ് പഴയതുപോലെ സജീവമല്ലാതെ പോകുന്നു. അങ്ങനെ ഇരിക്കെ ഈ കേരള കോൺഗ്രസിന്റെ ലയനം വീണ്ടും UDF ഒന്ന് കലങ്ങാൻ ഇടയാക്കുമെന്നുള്ളതാണ് ആശങ്ക. അത് കലക്കാതിരുന്നാൽ മതി. ഞങ്ങളായിട്ട് കലക്കിയില്ല. ഞങ്ങൾ എന്താ ചെയ്തത്? ഞങ്ങളെ വെറുതെ ഇതിൽ നിന്ന് ഉപേക്ഷിച്ചേക്കണം. കാരണം ഞങ്ങൾ ഞാൻ സീറ്റ് ചോദിച്ചില്ല, ഘടകകക്ഷിയാക്കണമെന്ന് ചോദിച്ചില്ല, ഒരു ബഹളം ഉണ്ടാക്കിയില്ല, ഒരു അവകാശവാദം ഉണ്ടാക്കിയില്ല. ഞങ്ങൾ രണ്ടാം കക്ഷിയാന്ന് പറഞ്ഞില്ല, ഞങ്ങൾ ഒന്നാം കക്ഷിയാന്ന് പറഞ്ഞില്ല. ഞങ്ങളൊന്നും പറയാത്ത ആളിനെ ചുമ്മാതെ വെറുതെ വല്ല പത്രക്കാരൊക്കെ ഓരോന്ന് എഴുതുക. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞങ്ങളിതൊന്നും പറഞ്ഞില്ല. യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ പിന്നെ പ്രകടനം അസ്വാഭാവികമായി പോയി. ഞാൻ ചോദിക്കട്ടെ, ഞാനിത് പറഞ്ഞ ഉടനെ കുറച്ച് ഞങ്ങൾ കേരള കോൺഗ്രസ് ഇൻ പ്രിൻസിപ്പൽ ഡിസിഷൻ എടുത്ത ഉടനെ, ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, വയനാട്ടിലുള്ള പ്രസ്താവന, തൊടുപുഴയിലുള്ള പ്രസ്താവന, അവിടെ ഒരു പ്രസ്താവന, യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രകടനം, തൊടുപുഴയിൽ ഒരു പ്രകടനം, KM മാണിയെ പുറത്താക്കണമെന്നൊരു പ്രസ്താവന, തൊടുപുഴയിൽ എൻ്റെ ഫ്ലക്സ് ബോർഡ് അടിച്ചു തകർക്കുന്നു. ഇത് വല്ല കാര്യമുണ്ടോ? ഇത് അന്നേരെ ഇതിനെ ബത്സിക്കേണ്ടതല്ലേ? ഇത് ഒരിക്കലും ഉണ്ടാകാൻ പാടുണ്ടോ? നമ്മൾ ചെയ്ത തെറ്റെന്നാ? ആ തെറ്റെന്ന് പറഞ്ഞത് ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് ഒരു ഘടക കക്ഷിയെ ഏത് രീതിയിലാകട്ടെ അവർ പുറത്ത് വന്ന് കേരള കോൺഗ്രസിലേക്ക് വരുന്നു. അത് മുതലാക്കുന്നതിന് പകരം അതിന് പേര് ഞാൻ ഇന്നലെ ഒരാളോട് പറഞ്ഞു 1 ലക്ഷം വോട്ട് ഉണ്ടാക്കാമായിരുന്നു പുതുതായിട്ട്. അതിന് പകരം കോൺട്രവേഴ്സി ഉണ്ടാക്കി കയ്യിൽ ഇരുന്ന ഒരു 10,000 നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ഇത് കാണുമ്പോൾ ജനങ്ങൾക്ക് ഇവന്മാർ അടി തുടങ്ങിയല്ലോ UDFൽ എന്ന് വിചാരിച്ച് നമ്മളെപ്പറ്റി ജനങ്ങളുടെ എസ്റ്റിമേഷനിലുള്ള ഇമേജിൽ നമുക്ക് കുറവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കേരള കോൺഗ്രസ് ലയനത്തിന്റെ പേരിൽ കൂടുതൽ സീറ്റ് UDFനോട് ചോദിക്കില്ല എന്നൊരു ഉറപ്പൊന്നും കൊടുക്കാൻ തയ്യാറല്ല. അങ്ങനെ എന്തിനാ ഒരു ചോദ്യത്തിന് കാര്യമില്ലല്ലോ. അത് സമയമായിട്ടില്ലെന്ന് ഞാൻ ഒരു മീഡിയയുടെ മുമ്പിൽ ഞാൻ ഇപ്പം എല്ലാം വീക്ഷിച്ചു. ഞാൻ സീറ്റൊന്നും അങ്ങനെയൊന്നും പറയാൻ ഞാൻ ഒരു പക്വതയില്ലാത്ത ആളാണോ? ഇപ്പൊ സീറ്റ് ഡിസ്കഷനെ പറ്റി യെസ് ഓർ നോ, കൂടുതൽ വേണോ കുറച്ച് മതിയോ എന്നോടൊന്ന് പറയാ. മാണി ഇത്തവണ സീറ്റ് ഇല്ലാന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ കാര്യം നോക്കി നിൽക്കും. ഇതിന് വല്ല കാര്യം വല്ലതും ഉണ്ടോ? അല്ല, ഇപ്പോൾ ഈ കേരള കോൺഗ്രസിന്റെ ചരിത്രം അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് അറിവുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ പിളർപ്പുകൾ ഉണ്ടാകുന്നത്. കാരണം സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയായിരുന്നു കൂടുതൽ പിളർപ്പുകളും. ഇപ്പോൾ സീറ്റ് പാർട്ടി വലുതാവുകയും സീറ്റ് കുറയുകയും ചെയ്താൽ അസംതൃപ്തരുടെ എണ്ണം കൂടും. അത് KM മാണിക്ക് തന്നെ വിനയാവില്ലേ? അത് എൻ്റെ കുഴപ്പമാണോ? വലുതായാൽ ഞാനെന്ന് വലുതായി പോയെങ്കിൽ എങ്ങോട്ടായി വലുതാകുന്നത്? ഞാൻ കണ്ണൂരേക്ക് വലുതാകുന്നില്ല. കേരള കോൺഗ്രസ് ഒരു കാലത്തുണ്ടായിരുന്ന MLA-മാരുണ്ടായിരുന്ന ഒരു മേഖലയിൽ ഞാൻ ഇച്ചിരി വലുതായി പോയാൽ എന്തിനാ ഈ അസൂയ? ആർക്കസൂയ? അയ്യോ ജോഡി അങ്ങനെ പറയാൻ പാടില്ല. എന്തിനാ? അത് ആർക്കസൂയ? കോൺഗ്രസിന് അങ്ങനെ കേരള കോൺഗ്രസിൽ തന്നെ അസംതൃപ്തരുടെ എണ്ണം കൂടിയാൽ ഇല്ല. കേരള കോൺഗ്രസിൽ എങ്ങനെ അസംതൃപ്തിയുടെ എണ്ണം ഒന്നും കൂടിയല്ല. ഞാൻ ഈ പറഞ്ഞത് സംതൃപ്തിയോ, ഞങ്ങൾ ഈ ഐക്യം വരുമ്പം കേരള കോൺഗ്രസിൽ കുറെ പേര് ജില്ലാ പ്രസിഡന്റുമാർ മാറണ്ടേ, കുറെ പേര് സ്ഥാനങ്ങളിൽ നിന്ന് മാറണ്ടേ, അസംതൃപ്തി വരികയില്ലേ? മാണി സാറിന്റെ പാർട്ടിക്ക് ഇതുകൊണ്ട് നഷ്ടം മാത്രമല്ല ഉണ്ടായുള്ളൂ. നഷ്ടം വരും. എൻ്റെ പാർട്ടിക്ക് നഷ്ടമുണ്ട്. എൻ്റെ പാർട്ടിക്ക് നഷ്ടമുണ്ടെങ്കിലും അതെ, സംഘടനാ രംഗത്ത് ബുദ്ധിമുട്ടുകളും ഇൻകൺവീനിയൻസും ഉണ്ടെങ്കിലും ഞാൻ അതിനേക്കാൾ കൂടുതൽ കാണുന്ന ഐക്യമാണ്. അതാണ് ഞാൻ തിരിച്ചു പറഞ്ഞത്. ഞാനൊരു സീറ്റ് മോഹിച്ചുകൊണ്ടല്ല ഇത് ചെയ്തത്. ഇത് ഐക്യജനാധിപത്യ മുന്നണിക്ക് ഗുണകരമാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഇതൊക്കെ ചുമ്മാ തമാശ പറയുന്നല്ലേ ഗുണകരമല്ലെന്ന്. UDFിലേക്ക് ഒരു 50,000 വർക്കേഴ്സും കൂടി UDFിലേക്ക് വന്നാൽ UDF ക്ഷീണിക്കും എന്ന് പറഞ്ഞാൽ ആരും മനസ്സിലാക്കാണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഐക്യത്തിന് വേണ്ടി പല സ്നേഹിതരും ശബ്ദമുയർത്തിയിരുന്നു. ഇങ്ങനെ വിവാഹത്തിനൊക്കെ കാണുമ്പം പറയുമായിരുന്നു എന്നൊക്കെ ഒന്ന് സൂചിപ്പിച്ചു.
ഈ ഐക്യത്തിന് വേണ്ടി ദാഹിച്ചവരിൽ ഈ ബിഷപ്പ് ഔവത്തിലിനെ പോലെ ചിലരുണ്ട് എന്നാണ് പിണറായി വിജയൻ ഉദ്ദേശിക്കുന്നത്. അല്ല, അവരും ഇതിനു വേണ്ടി ശ്രമിച്ചു എന്നുള്ളതല്ല, അവർക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണോ? ഒരൊറ്റ കാര്യം പറയാം, കേരള കോൺഗ്രസിന്റെ ഈ ലയന പ്രക്രിയയിൽ ബിഷപ്പന്മാരുടെ മധ്യസ്ഥത ഉണ്ടായിട്ടില്ല. മധ്യസ്ഥത ഉണ്ടോ എന്നല്ല ചോദ്യം, അവർക്ക് അവരുടെ കൂടി ആഗ്രഹം എല്ലാവരുടെയും ഉണ്ടല്ലോ. ആഗ്രഹം നാരായണ പണിക്കർ സാർ ആഗ്രഹിച്ചു കാണും ഈ കേരള കോൺഗ്രസ് ഇതിനെ തമ്മിത്തല്ലും. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച കേരള കോൺഗ്രസ്സാ, ഇതെന്തിനായി തമ്മിത്തല്ലുന്നു? എന്നോട് നമ്മുടെ നടേശൻ തന്നെ സ്വാര സംഭാഷണത്തിൽ പറയാം, മാനസാരെ ഒക്കെ പാടും, ഞങ്ങൾ കേരള കോൺഗ്രസ് ഒന്നുമല്ല, ഞങ്ങൾ കേരള കോൺഗ്രസ് ഞങ്ങൾക്ക് അഭിപ്രായമൊന്നുമില്ല, എങ്കിലും നിങ്ങൾ ഇതിനെ ഇങ്ങനെ തല്ലിപ്പിത്തല്ലുന്നത് എന്നോടൊന്ന് ചോദിച്ചു പോയാൽ അയ്യോ കുഴപ്പമായി. കേരള കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, അതിപ്പം ബിഷപ്പന്മാരെ സംബന്ധിച്ച് അവർ സമാധാന പ്രേമികളാണ്. അത് എവിടെ വഴക്കുണ്ടോ അവർ പറയും മക്കളെ വഴക്കൂടല്ലേ. അവർ കേരള കോൺഗ്രസുകൾ ഒരുമിക്കണമെന്ന് ആരെങ്കിലും സ്വപ്നത്തിലോ ചിന്തയിലോ പ്രാർത്ഥനയിലോ ഒന്ന് വിചാരിച്ചു പോയി എങ്കിൽ പാപമാണെന്നൊന്നും പിണറായി കരുതണ്ട. പക്ഷെ ഞങ്ങൾക്ക് ഇതിൽ ബിഷപ്പന്മാരുടെ മധ്യസ്ഥ ആവശ്യമില്ല, അവർ മധ്യസ്ഥത പറഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. ഇത് കേരള കോൺഗ്രസിനെ സ്നേഹിക്കുന്ന എല്ലാ ആളുകളുടെയും കാര്യമാണ്. മാണിസാർ തന്നെ പറയാറുണ്ട്, ഈ രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടാവണം എന്നില്ല. അപ്പോൾ DICയുടെ സഖ്യത്തിൻ്റെ കാര്യം സംസാരിച്ചതാണ്. അതുപോലെ കേരള കോൺഗ്രസിനെ എന്തൊക്കെ ആയാലും ക്രിസ്ത്യാനികളുടെ ഒരു പാർട്ടിയായിട്ടാണ് കാണുന്നത്, അതിൽ തന്നെ കത്തോലിക്കരുടെ പാർട്ടിയായിട്ട് കാണുന്നത്. അങ്ങനെ കേരള കോൺഗ്രസ് എല്ലാം കൂടെ ഇങ്ങനെ ഒന്നിച്ച് ശക്തിപ്പെട്ട് എന്ന് വന്നാൽ ഒരുപക്ഷെ ഭൂരിപക്ഷ സമുദായത്തിന് മറിച്ചൊരു ചിന്തയുണ്ടായി സംഘടിച്ചാൽ UDF-നെ ബാധിക്കില്ല എന്നൊരു ചിന്ത ചിലർക്കെങ്കിലും ഉണ്ട്. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാണിക്കുക എന്നുള്ളത്. യുക്തിയൊന്നും പറയാനില്ല, നിയമവും പറയാനില്ല, വസ്തുതയും പറയാനില്ല, വാദത്തിൽ തോറ്റു കഴിഞ്ഞാൽ ഉടനെ എടുത്തു കാണിക്കുന്ന കാർഡ് സമുദായ കാർഡാണ്. ഇത് വലിയ കാര്യമുണ്ടോ? ഇതിൽ വലിയ സമുദായം വല്ലതും ഉണ്ടോ? ഞാൻ ചുമ്മാതെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു ആലോചനയ്ക്ക് വേണ്ടി പറയാം. ഒരു കക്ഷിയിൽ ഏറ്റവും കൂടുതൽ ഒരു സമുദായക്കാരനാണെങ്കിൽ ആ സമുദായ പാർട്ടിയാവൂ? കേരള കോൺഗ്രസിൽ കൂടുതൽ ക്രിസ്ത്യാനികളുണ്ട് എന്ന് കണ്ടു ക്രിസ്ത്യൻ പാർട്ടിയാവൂ? കേരള കോൺഗ്രസിൻ്റെ ഐഡിയോളജി ഞങ്ങളൊരു മതത്തിന് വേണ്ടി നിൽക്കുന്നവരല്ല, ഞങ്ങളൊരു സമുദായത്തിന് വേണ്ടി നിൽക്കുന്നവരല്ല. എൻ്റെ എല്ലാ കാഴ്ചപ്പാടും എന്നു മുതൽ ഞാൻ മന്ത്രിയായിരിക്കോ MLA ആയിരിക്കോ രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കോ എല്ലാ മതങ്ങളെയും ഒരുപോലെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ വാദം എന്തിനാ? ജോസഫ് ഇങ്ങോട്ട് വന്നാൽ ക്രിസ്ത്യാനിയായി. കേരള കോൺഗ്രസ് PJ ജോസഫും KM മാണിയും കൂടെ ഒന്നായിരുന്ന കേരള കോൺഗ്രസിലുണ്ടായിരുന്നപ്പം കുഴപ്പമില്ല. ഇപ്പം ഒന്നായിരുന്ന കേരള കോൺഗ്രസ്, ഈ ക്രിസ്ത്യാനി മുഴുവനും കൂടി ഒന്നായിരുന്ന കേരള കോൺഗ്രസ് UDF-ലുണ്ടായിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ല. DC വന്ന പോലെയൊന്നുമല്ല, മുത്തിക്കൊണ്ട് അവിടെയൊന്നും ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ PJ ജോസഫ് അവിടെ നിന്ന് PJ ജോസഫ് ആകുന്ന ക്രിസ്ത്യാനി ഇടതുപക്ഷത്തിരുന്നപ്പോൾ അവർക്കൊരു കുഴപ്പമില്ല, ബിഷപ്പില്ല, ഒന്നുമില്ല. PJ ജോസഫ് മാന്യൻ. ആ PJ ജോസഫ് ആകുന്ന ക്രിസ്ത്യാനി അവിടെ നടന്ന് കേരള കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഇതാ കേരള കോൺഗ്രസ്, ഇതാ വർഗീയ കക്ഷികൾ, ഇതാ സമുദായം ശക്തി പ്രാപിക്കുന്നു. ഇതൊക്കെ എവിടെ പറയാനായിട്ടുള്ള? ഒരുമിച്ചിരുന്നപ്പോൾ കുഴപ്പമില്ലെങ്കിൽ രണ്ടായിരുന്നവർ വീണ്ടും ഒരുമിക്കുമ്പോൾ കുഴപ്പമില്ല. കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വഷളാക്കാൻ KM മാണിക്ക് ഉദ്ദേശമുണ്ടോ? എനിക്ക് യാതൊരു ഉദ്ദേശവും ഇല്ല, കൂടുതൽ മെച്ചമാകണം എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം UDF-ൽ ചർച്ച ചെയ്ത് തീർക്കും എന്നാണോ ഉദ്ദേശിക്കുക? ഞാൻ കോൺഗ്രസ്സുകാരേക്കാൾ വലിയ കോൺഗ്രസ്സുകാരനാണ്, അതറിയാവോ? 1964 ഞാൻ 10 വർഷക്കാലം, അത് ജോണി ലൂക്കോസ് മനസ്സിലാക്കേണ്ടത്, ഞാൻ കോട്ടയം ജില്ലാ സെക്രട്ടറി ആയിരുന്നു കോൺഗ്രസിന്റെ, KPCC മെമ്പറായിരുന്നു കോൺഗ്രസിന്റെ. അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞങ്ങൾ എന്തിനാ ഇന്ത്യയിലെ നമ്പർ 1 പാർട്ടിയുമായിട്ട് ഞങ്ങൾ എന്തിനാ എതിരിടുന്നത്? ഇപ്പോഴും ഉത്തരം പറഞ്ഞില്ല. UDF-ൽ ഇക്കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കുമോ? ഇക്കാര്യം ചർച്ച ചെയ്ത് ഇക്കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചൊല്ലി ഉണ്ടായിരിക്കുന്ന അസ്വസ്ഥതകളും തെറ്റിദ്ധാരണകളും ഒക്കെ നീക്കാൻ ഞങ്ങൾ 5 മിനിറ്റ് ഇരുന്നാൽ മതി. ഞാൻ ഉമ്മൻചാണ്ടി പറഞ്ഞു എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ചിരിക്കാം, ഞാൻ അങ്ങോട്ട് പോകാൻ പോവാം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉമ്മൻചാണ്ടിയായിട്ട് കാണുന്നത് ഞങ്ങളുടെ നേതാവല്ലേ. ഞങ്ങൾക്ക് എന്താ വിഷമിരിക്കുന്നത്? ഞങ്ങൾക്ക് തമ്മിൽ വല്ല വിരോധമുണ്ടോ? രമേശ് ഞങ്ങളുടെ നേതാവ്, എന്നെക്കാളും പ്രായം കുറവാ ഉമ്മൻചാണ്ടിക്ക്. ഞാൻ നേതാവെന്ന് പറയുന്നത് നമ്പർ 1 പാർട്ടി ഈസ് കോൺഗ്രസ്. കുറച്ചൊരു വിഷമത്തോടെയാണ് നേതാവെന്ന് അംഗീകരിക്കുന്നത്. അല്ല, AK ആന്റണി തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെക്കാളും പ്രായം കുറവ് ആന്റണിയോട് പറഞ്ഞു. ഞാൻ അവിടെ തിരുനക്കര മൈതാനത്ത്, അത് കോട്ടയത്ത് വന്ന് പരസ്യമായി പ്രസംഗിച്ചാണല്ലോ. ഞാൻ തിരുനക്കര പ്രസംഗിക്കുമ്പോൾ AK ആന്റണി അവിടെ തിരുനക്കരയിൽ ആ പ്രസംഗം കേട്ട് നിന്നു. AK ആന്റണി വളരെ വിനയത്തോടുകൂടി, ഒരുപക്ഷെ കേരള കോൺഗ്രസിനേക്കാൾ കൂടുതൽ അവർ പേടിക്കുന്നത് KM മാണിയാണെന്ന് വളരെ വിനയത്തോടുകൂടി ആന്റണി പറയുന്നുണ്ട്. നമ്മളെ നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിന് അവർക്ക് ക്ഷീണം വരാൻ ഞാൻ ഒന്നും ചെയ്യല, വഷളാക്കാനും ഒന്നും ചെയ്യല. പക്ഷേ ആവശ്യമില്ലാത്ത ചർച്ച ഇട്ടിട്ട് കുത്തിനോവിച്ചിട്ട് നിയമവും യുക്തിയും നിയമവും വസ്തുതകളും പറയാൻ എന്നെ നിർബന്ധിച്ചാൽ ഞാൻ നിയമം പറയും, ഞാൻ യുക്തി പറയും, ഞാൻ വസ്തുതകൾ പറയും, ന്യായത്തിന് വേണ്ടി നിൽക്കും. ഒരു സീറ്റും ഇല്ലെങ്കിലും ഞാൻ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടൊരു കാലെടുത്ത് വെച്ചു ജോസഫുമായിട്ടുള്ള ഐക്യം ഞങ്ങളത് പ്രഖ്യാപിച്ചു.
ഞങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി പ്രഖ്യാപിച്ചു, 5 അംഗ സമിതിയെ വെച്ചു. ഇനി ഒരു കാലം പുറകോട്ട് പോകുന്ന പ്രശ്നം. പല വാതിലുകളും ഈ അഭിമുഖത്തിനിടയിൽ മാണി സാർ തുറന്നിടുന്നു എന്നതുപോലെ തോന്നി. ഇനി ഒരു പക്ഷേ ഏതെങ്കിലും സമയത്ത് ഈ കേരള കോൺഗ്രസ്, ഈ പുതിയ കേരള കോൺഗ്രസ് ഇടതു മുന്നണിയോട് സഹകരിക്കാനുള്ള ഒരു സാധ്യതയും അതിൽ ഉൾപ്പെടുന്നുണ്ടോ? എവിടെ സഹകരിക്കുന്ന? അത് എന്തായി പറയുന്നത്? അങ്ങനെ എന്തിനെങ്ങനെ ചോദിക്കുന്നത്? ലോകത്തിൽ നത്തിങ് ഈസ് ഇമ്പോസിബിൾ. എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? എന്തിനാ ഇങ്ങനെയോ ചോദ്യം മുമ്പിലേ കൂട്ടി ചോദിക്കാൻ പാടില്ല. ഞാൻ അങ്ങനെ ഉത്തരം പറയാ? ഞാൻ ഉത്തരം പറഞ്ഞാൽ ഞാനൊരു ഫൂളായി പോയത്. അപ്പോൾ രാഷ്ട്രീയ ഒരു സാധ്യതകളുടെ കലയായി തന്നെ KM മാണി തുടർന്നും കാണുന്നു. വളരെ നന്ദി. Different people, one home. ManoramaOnline.com, your home